ബേക്കറി അതുപോലെ ചോക്ലേറ്റ്സ് ഒക്കെ കുട്ടികൾക്ക് കൂടുതലായിട്ട് വാങ്ങിക്കൊടുക്കാറുണ്ടോ? ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ. അലർജിയുള്ള ഒരുവിധം എല്ലാ കുട്ടികൾക്കുള്ള ബുദ്ധിമുട്ടാണ് കൂടുതലായിട്ട് കഫം ഉണ്ടാവുക എന്നുള്ളത്. ബേക്കറി അതുപോലെ തന്നെ ചോക്ലേറ്റ്സ് ഒക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന കുട്ടികളിൽ ഇത് കൂടുതലായിട്ട് കാണുന്നു. ഒരുവിധം എല്ലാ ബേക്കറികളും കൂടുതലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് പാൽ പ്രോഡക്ട്സും ഉപയോഗിച്ചിട്ടാണ്. അതിൽ കൂടുതലായിട്ട് ഷുഗർ കണ്ടന്റ് അടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ മൈദയും കൂടുതലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ കഫത്തിന്റെ പ്രൊഡക്ഷൻ കൂട്ടാനും ശരീരത്തിലെ ഇൻഫ്ലമേഷൻ വർദ്ധിക്കാനും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. പ്രത്യേകിച്ച് ചോക്ലേറ്റ്സ് ഒക്കെ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ ചോക്ലേറ്റ്സിൽ നാച്ചുറൽ ആയിട്ടുള്ള ഹിസ്റ്റമിൻ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് അത് എത്തുമ്പോൾ ഓൾറെഡി അലർജി കുട്ടിയാണെങ്കിൽ ഹിസ്റ്റമിൻ കൂടുതൽ റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അതിൽ നല്ല ഷുഗർ കണ്ടന്റും ഉണ്ടാവും. ഇതൊക്കെ കാരണം അലർജി നന്നായിട്ട് കൂടുന്നു. അപ്പൊ ഇതുകൊണ്ട് കഴിയുന്നതും അതായത് നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന അധിക പ്രോഡക്ട്സിലുള്ള പാല് അതുപോലെ തന്നെ എഗ്ഗ് അതുപോലെ കൂടുതലായിട്ടുള്ള നട്ട്സുകളൊക്കെ കുട്ടികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പം കഴിയുന്നതും ബേക്കറി സാധനങ്ങളും ചോക്ലേറ്റ്സും വളരെയധികം മിതപ്പെടുത്തുക. പ്രത്യേകിച്ചും ഈ കുട്ടികളിൽ അഡിനോയിഡ്സ് അതുപോലെ തന്നെ ദശ വായ തുറന്നു വെച്ച് ഉറങ്ങുന്ന കുട്ടികൾക്കൊക്കെ ഈ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ കഴിയുന്നതും അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക. കുട്ടികൾക്ക് മാത്രമല്ല പൊതുവെ അലർജിയുള്ള വലിയ ആളുകൾ പോലും ബേക്കറി അതുപോലെ ചോക്ലേറ്റ്സ് ഒക്കെ കൂടുതൽ കഴിക്കുന്നത് വഴി അവരുടെ അലർജി നന്നായിട്ട് കൂടുന്നുണ്ട്. കഴിയുന്നതും ഇത്തരം പദാർത്ഥങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഹെൽത്തി ആയിട്ട് വീട്ടിലുണ്ടാക്കുന്ന സ്നാക്സുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ മാക്സിമം ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യൂ. കാരണം ഇതുവഴി നമുക്ക് ഒരുപാട് ആളുകളുടെ അലർജി കുറയ്ക്കാൻ സാധിക്കുന്നതാണ്.